ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ച് ഒരു സൂപ്പർ ഐറ്റം ആയിട്ടാണ്. പച്ചമാങ്ങ വെച്ച് ഒരു കിഡു ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതുണ്ടാക്കാൻ രണ്ട് ചേരുവ മാത്രം മതി. അപ്പോൾ ഈ ഒരു സൂപ്പർ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പം മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത മാങ്ങ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ചേർക്കുന്നതിന് തന്നെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് എടുക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് വരണം, നല്ലതുപോലെ ഉടഞ്ഞിട്ട് വരണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കുറച്ച് മാത്രം ചേർത്ത് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ വെന്ത് വരുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ശേഷം വീണ്ടും തുറന്ന് നോക്കി. അപ്പോഴേക്കും മാങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്കിപ്പോൾ വെള്ളം കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയിട്ടെടുക്കണം. ഇപ്പം മാങ്ങ കുറച്ചൊക്കെ ഉടഞ്ഞ് വരാനുണ്ട്, അത് പ്രശ്നമില്ല. നമുക്ക് ഇത് ഒന്നും കൂടി അരിച്ചെടുക്കാനും കൂടിയുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ മാങ്ങ നമുക്ക് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരിക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങയിൽ നല്ലതുപോലെ തന്നെ നാരുകളുണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. നല്ല കട്ടിയില്ലാന്ന് നിങ്ങൾ ആക്കിയ പൾപ്പുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു നാരാണ് നമുക്ക് ആ മാങ്ങയിൽ നിന്ന് കിട്ടിയത്. ഇത് നമുക്ക് കളയാം. ഇപ്പോൾ നമുക്ക് ഇത്രയും ഒരു പൾപ്പാണ് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൾപ്പ് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ചിരിക്കും കേട്ടോ മധുരത്തിൻ്റെ അളവ്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാര കണക്കായ ഒരു മധുരമാണ്. പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. പഞ്ചസാര നല്ലതുപോലെ തന്നെ മെൽട്ടായതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കട്ടിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഒരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും ഒന്ന് തിക്കായിട്ട് കിട്ടും. ഓവറായിട്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങയുടെ പുളിയും മധുരത്തിൻ്റെ ഒക്കെ കൂടെ കുറച്ച് എരിവും കൂടിയായ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ലതുപോലെ തന്നെ നമ്മുടെ മാങ്ങ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഇത്രയും മതി കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ, ഒരു മാങ്ങയുടെ അതേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ 2 പാത്രത്തിലാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം നേരിയതാക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയതാക്കിയാലാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു പ്ലേറ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഞാൻ ആദ്യം ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ആക്കിയത്, ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അങ്ങനെ 2 പ്ലേറ്റിൽ നല്ലതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു 2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ എടുത്തു മാറ്റാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കിട്ടുന്നതാണ്. ഇതിപ്പോൾ അടിഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ 2 പ്ലേറ്റിലെയും ഞാൻ ഇതുപോലെ തന്നെ അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ കിഡു ടേസ്റ്റുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.